ഇന്ന് പറയുന്നത് ഡോപ്പമിൻ ഡീടോക്സിനെ കുറിച്ചാണ്. ഡോപ്പമിനെ കുറിച്ച് പല വീഡിയോസിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് ഹോർമോൺ അല്ലെങ്കിൽ ഫീൽ ഗുഡ് കെമിക്കലാണ്. സോ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര ഒരു സുഖം ഒക്കെ തോന്നുന്നത് ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ നോർമലി ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് നേരം സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഷോർട്സോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറേ നേരം സ്ക്രോൾ ചെയ്ത് കുറേ നേരം നിങ്ങൾ ഫോണിൽ അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഉണ്ടാവുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഭയങ്കര എനർജി ലോസ് ആയിട്ടുള്ള പോലെ തോന്നും, അൺമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നും. പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ മുന്നേ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നില്ല ഇപ്പോൾ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഡോപ്പമിൻ്റെ ഓവർ സ്റ്റിമുലേഷൻ കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു പരിധിയിലധികം ഡോപ്പമിൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ഫീൽ നിങ്ങൾക്ക് ഒന്നിലും ഒരു സന്തോഷമില്ലാത്തതുപോലെയൊക്കെ തോന്നുന്നത്, പല കാര്യങ്ങളും ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാനായിട്ടുള്ള കാരണം. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ഒരു ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഡോപ്പമിൻ കൂടുതൽ ഓവർ സ്റ്റിമുലേഷനാണ്. അതായത് അവർക്ക് ഒന്നിലൊരു സന്തോഷമോ ഒരു മോട്ടിവേഷനോ ഒന്നും കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ പിന്നിൽ ഇതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് കുറേ അധികം ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കുക, ഈ സ്ക്രോളിംഗ് ആണ് കൂടുതലല്ലേ. നമ്മൾ ഒന്ന് കാണുന്നു, അത് അടുത്തടുത്ത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് എത്രയോ സമയം നമ്മൾ പോകുന്നു. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നമുക്ക് ഒന്നിനും സന്തോഷമോ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിന് എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഡോപ്പമിൻ ഇല്ലാതെയാക്കുക എന്നുള്ളതല്ലേ. ഡോപ്പമിൻ നമുക്ക് സന്തോഷം തരുന്ന ഒരു കെമിക്കലും കൂടെയാണ്. അപ്പോൾ ഡോപ്പമിൻ്റെ ഓവർ സ്റ്റിമുലേഷന് അല്ലെങ്കിൽ അത് എങ്ങനെ തടയാം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഡോപ്പമിൻ ഡീടോക്സ്. ഡോപ്പമിൻ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഡോപ്പമിൻ ഡീടോക്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂസ് ചെയ്യുന്ന ഫോൺ ഡിജിറ്റൽ ഡീടോക്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്. ഇപ്പോൾ ലൈക്ക് സോഷ്യൽ മീഡിയ ആണോ, എന്തിലാണ് നിങ്ങളുടെ എനർജി നിങ്ങളിങ്ങനെ കുറേ നേരം നിങ്ങളിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് അത് ഫുഡായിരിക്കാം, ജങ്ക് ഫുഡ്. ഒരു ഫോൺ മാത്രമല്ല കേട്ടോ, ഫോണിലുള്ള വീഡിയോസ് കാണുക, അതുപോലെ ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുക, അതിലൊന്നും സന്തോഷം അല്ലേ. ചില ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആകുമ്പോൾ ബിഞ്ച് ഈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക. ഇതെല്ലാം ഒരു തരം ലീഡ് ചെയ്യുന്നത് ഡോപ്പമിൻ്റെ അല്ലെങ്കിൽ ഓവർ സ്റ്റിമുലേഷനിലേക്കാണ്. അപ്പോൾ അത് അമിതമായിട്ട് ഭക്ഷണമാണ്, ജങ്ക് ഫുഡിലാണോ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്, സോഷ്യൽ മീഡിയയിലാണോ, എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു 24 hours ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. 24 hours ബ്രേക്ക് അതിന് കൊടുക്കുക. പറ്റുമെങ്കിൽ 1 week, പിന്നെയും എത്ര പറ്റുന്നോ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓവർ സ്റ്റിമുലേഷൻ കുറയുകയും നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കുന്ന സമയത്ത് ഇനി ചെയ്യാൻ പറ്റുന്നൊരു ബോറടിക്കുമ്പോൾ, നമ്മൾ നോർമലി ബോറടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാവരും ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്ന കാര്യം, നമ്മൾ ഫോൺ എടുക്കുക എന്നിട്ട് എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫോൺ യൂസ് ചെയ്യാതെ ബാക്കി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ലൈക്ക് റീഡിങ് ചെയ്യാം, നിങ്ങൾക്ക് വായിക്കാം. ഇനി അതല്ല ഒരു വാക്കിന് പോവാം, വെറുതെ നടക്കാൻ പോവാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, എന്തെങ്കിലും വായിക്കാം. അങ്ങനെ എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പതുക്കെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളെ എനർജി ഡ്രെയിൻ ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക. അതിന് കുറച്ച് ടൈം പീരീഡിലേക്കെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് ക്രമേണ ഒഴിവാക്കി നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും വീണ്ടും സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും.
അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫോണാണ് നിങ്ങളുടെ വില്ലനെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി മുഴുവൻ ഊറ്റിയെടുക്കുന്നത് നിങ്ങളുടെ ഫോണാണെന്നുണ്ടെങ്കിൽ 24 hours ഈ ഫോണിലെ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷനെ ഒരു 24 മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി നോക്കാം. എന്നിട്ട് എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.